വളരെ അത്ഭുതകരമായി ആ ഡേറ്റിൽ തന്നെ അവരുടെ കാര്യം ലഭിച്ചു എന്ന് പറഞ്ഞുള്ള ഒരു സാക്ഷ്യമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പം ഞാനും എനിക്കും ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കണം എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ ഞാൻ ഡിസംബർ 3 ഡേറ്റ് വെച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവ് ഇത്രയും നീ എന്നെ സഹായിച്ചു, ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെയെങ്കിലും നിൻ്റെ അനുഗ്രഹം എനിക്ക് വേണം. ഈ ഡിസംബർ 4 തീയതി കുറച്ചുകൂടെ എങ്കിലും കോളേജുകാർ നീട്ടി തരണമേ, എങ്ങനെയെങ്കിലും എൻ്റെ പോക്ക് നടക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഈ റിക്വസ്റ്റ് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഡിസംബർ 2 തീയതിയാണ് ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഡിസംബർ 2 തീയതി ഞാൻ ശരിക്കും ബയോമെട്രിക്സ് എനിക്ക് ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഞാനിങ്ങനെ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചത്. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ എനിക്കിങ്ങനെ തോന്നി, എന്തുകൊണ്ട് ഞാൻ കോളേജിലേക്കൊരു മെയിൽ അയച്ചുകൂടാ. ഇങ്ങനെയൊക്കെ എനിക്ക് താമസം വന്നു, ഇങ്ങനെ പൈസ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ലേറ്റായി, വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ലേറ്റായി. അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഡിസംബർ 4 എന്നുള്ള ഡേറ്റ് മാറ്റി കുറച്ച് ദിവസങ്ങൾ കൂടെയെങ്കിലും ഈ ഡേറ്റ് ഒന്ന് നീട്ടിത്തരണം എന്ന് പറഞ്ഞ് ഞാൻ കോളേജിലേക്ക് മെയിൽ അയച്ചു. അപ്പം ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നത് ഡിസംബർ 3 തീയതിയാണ്. അങ്ങനെ ഡിസംബർ 3 തീയതി എനിക്ക് കോളേജിൽ നിന്ന് വീണ്ടും ഒരു മെയിൽ വരികയാണ്. ഡിസംബർ 4 എന്നുള്ള എൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 11 കോളേജുകാരെനിക്ക് മാറ്റിത്തന്നു. അങ്ങനെ അപ്പോൾ എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം 10 ദിവസമേ ഉള്ളൂ ഈ ഫോം ഫില്ല് ചെയ്യാൻ. അതിനുള്ളിൽ വിസ വന്ന് എനിക്ക് ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പം ഞാൻ ഈ കോളേജിൻ്റെ വക വാട്സപ്പിലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ കോളേജിലേക്ക് ജനുവരിയിൽ പോകുന്ന കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും ഞാൻ അന്വേഷിച്ചു, നിങ്ങളുടെയൊക്കെ വിസ എത്ര നാളുകൊണ്ടാണ് വന്നത് എന്ന്. അവർക്കെല്ലാവർക്കും 1 മാസം 1.5 മാസം ഒക്കെ എടുത്താണ് വിസ വന്നത്. അപ്പോൾ വീണ്ടും എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. എനിക്ക് 10 ദിവസമേ ഉള്ളൂ